24 ബിഗ് ബ്രേക്കിംഗ്. കൊച്ചിയിലെ മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസ് നിർണായക കണ്ടെത്തൽ. മുഖ്യ പ്രതികളായ സിന്ധുവും ശ്രീകുമാർ എന്ന ബിലാലും ചേർന്ന് യുവതികളെ 5 വർഷമായി വിദേശത്തേക്ക് എത്തിക്കുന്നുണ്ടെന്ന് പോലീസ് പറയുന്നു. യുവതികളെയും കുടുംബത്തെയും തെറ്റിദ്ധരിപ്പിച്ചിരുന്ന ബിലാലാണ്. ചില മാസങ്ങളിൽ 5 യുവതികളെ വരെ ഇയാൾ ദുബായിൽ എത്തിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തൽ. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, ദുബായിൽ നിന്ന് ഇങ്ങനെ ഒരു റാക്കറ്റിൻ്റെ സന്ദേശം എത്തിയപ്പോൾ ഞാൻ ഒരിക്കലും കരുതിയില്ല ഇത്രയും വലിയൊരു സെക്സ് റാക്കറ്റിൻ്റെ മറ പിടിച്ചുയർത്താൻ പോവുകയാണെന്ന്. എന്തായാലും ഷോക്കിംഗ് പറയും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. അതെ, അത് ഒരു വലിയ വ്യാപ്തി, ഇത്രയേറെ വ്യാപ്തി ഇതിനുണ്ട് എന്നുള്ളത് ഓരോ ദിവസം കഴിയുമ്പോഴും ഞെട്ടലോടെയാണ് കേരളം കേൾക്കുന്നത്. 24 പുറത്തുവിട്ട വലിയ വാർത്തയായിരുന്നു മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് എന്നുള്ളത്. അതിൽ 2 പേർ പ്രധാന പ്രതികൾ പിടിയിലായിട്ടുണ്ട്. അത് സിന്ധുവും ശ്രീകുമാർ എന്നുള്ള ബിലാലുമാണ്. ഇവരെ പിടികൂടിയത് മാവേലിക്കരയിൽ നിന്നായിരുന്നു. സിന്ധുവിനെ മുംബൈയിൽ നിന്നാണ് പിടികൂടിയത്. ഇവർ 2 പേരും ഇപ്പോൾ റിമാൻഡിലാണ്. പക്ഷേ പ്രാഥമിക ചോദ്യം ചെയ്യൽ ചില നിർണായക വിവരങ്ങൾ പുറത്തുവരികയാണ്. 5 വർഷങ്ങൾ മുൻപാണ് ഇവർ ഈ സെക്സ് റാക്കറ്റ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ പെൺകുട്ടികളെ വിദേശത്തേക്ക് ആരംഭിക്കുന്നത്. അതായത് കോവിഡിന് ശേഷം ഈ സെക്സ് റാക്കറ്റിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ് ഇരുവരുടെയും മൊഴിയുള്ളത്. ഇതിലൊരു കൺവിൻസിംഗ് സ്റ്റാറായി പ്രവർത്തിച്ചത് ഈ ബിലാൽ എന്നുള്ള ശ്രീകുമാറാണ്. കാരണം യുവതികളുടെ വീട്ടുകാരെയും ബന്ധുക്കളെയും കുടുംബക്കാരെയും ഈ പെൺകുട്ടിയെ തന്നെ ബോധ്യപ്പെടുത്തി വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മോഡലിംഗിൽ വലിയ സാധ്യതകൾ, ജോലി, ഇതൊക്കെ പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ചിരുന്നത് ബിലാൽ എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതാണ് മൊഴിയായി ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. നിരവധി സിം കാർഡുകൾ ഇയാൾ ഉപയോഗിച്ചിരുന്നു, നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നു. അതിനുശേഷം ഈ ഒരു 5 വർഷത്തിനിടയിൽ ഏകദേശം 1 മാസം 5 പെൺകുട്ടികളെ വരെ അവിടേക്ക് കടത്തിക്കൊണ്ടുപോവുകയും ഈ രീതിക്ക് അവരെ ദുരുപയോഗം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി പോലീസിന് വളരെ പ്രധാനമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പരാതികൾ വന്നിട്ടുണ്ട്. മറ്റുള്ളവർ ഒരു പക്ഷേ ഒരു ഭയത്താൽ പേടികൊണ്ടൊന്നും ഇത് പുറത്തു പറയാതെ ഇരിക്കുന്നുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഇതിന് വ്യാപ്തി കൂടും. ഇതിൽ വലിയൊരു മാഫിയ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിലും നിൽക്കുകയില്ല. ഇപ്പോൾ റിമാൻഡിലുള്ള ഇവർക്ക് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകും. അങ്ങനെ കസ്റ്റഡിയിൽ ഇരുവരെയും ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ ഓരോ കണ്ണികളായി പുറത്തേക്ക് വരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യം 5 പ്രതികളാണ്, പ്രതിപട്ടികയിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഈ ബിലാലിന്റെ പേരുണ്ടായിരുന്നില്ല. പിന്നീട് പ്രധാന പ്രതിയായി കരുതിയിരുന്ന സിന്ധുവിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ള ഒരു ഹിന്റ് പോലീസിന് ലഭിക്കുന്നതും ഇയാളെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ഓരോ ആളുകളെ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.